ടു MNSHU വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാപ്റ്റർ എന്ന് പറയുന്നത് മനുഷ്യ മൂലധനത്തെക്കുറിച്ചാണ്. എന്താണ് ഈ മനുഷ്യ മൂലധനം എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ കാൾ മാർക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആരാണ് കാൾ മാർക്സ്? കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ്. അതായത് അദ്ദേഹം പറയുന്നത് മനുഷ്യർക്കാവശ്യമായ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നത് മനുഷ്യാധ്വാന ശക്തിയുടെ സവിശേഷമായ വിനിയോഗമാണ്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ മൂല്യത്തെക്കുറിച്ച് ആദ്യമായി സംസാരിച്ച വ്യക്തിയാണ് കാൾ മാർക്സ് എന്ന് പറയുന്നത്. മനുഷ്യശേഷിയാണ് ലോകത്തിലെ ഏറ്റവും അധികവും മൂല്യമുള്ള വസ്തുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആണ് നമ്മൾ എന്ന് പറയുന്നതാണ് നമ്മളുടെ ശേഷിയാണ്, ഒരു മനുഷ്യൻ്റെ ശേഷിയാണ് എന്നാണ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മൂല്യമുള്ളത്. നമ്മുടെ ശേഷിക്ക് എന്താണ് ഏറ്റവും വലിയൊരു മൂല്യമുണ്ട് എന്ന് പറയുകയാണ് ആര് ചെയ്തത്? കാൾ മാർക്സ് പറയുകയുണ്ടായത്. നോക്കി, മാനവവിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യമാണ് മനുഷ്യ മൂലധനം. നോക്കി, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഒരു വ്യക്തി തൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ അറിവും കഴിവുകളും നേടുന്നതിലൂടെ ഒരു ജോലി നേടി, അപ്പം എന്താണ് അവിടെ ഒരു സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ സാമ്പത്തിക വികസനം ഉണ്ടെങ്കിൽ അവനും ആരായിരിക്കും? ആ ഒരു വ്യക്തി ഒരു മനുഷ്യ മൂലധനമായി മാറുകയാണ് ചെയ്യുന്നത്. ഓരോ ജീവനക്കാരൻ്റെയും കഴിവുകൾ, അറിവ് എന്നിവ അളക്കാനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒന്നാണ് എന്നതാണ് മനുഷ്യ മൂലധനത്തിൻ്റെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ കഴിവുകളും അറിവുകളും അളക്കാനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒന്നാണ് ഇതിൻ്റെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത്. ഉൽപ്പാദനവും മൂല്യവും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കമ്പനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ജീവനക്കാരുടെ അറിവും നൈപുണ്യവുമാണ് മനുഷ്യ മൂലധനത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് എന്താണ്, ഒരു വ്യക്തിയുടെ എന്താണ് ഇവിടെ ആവശ്യമുള്ളത്? അവൻ്റെ അറിവും വേണം, നൈപുണ്യം. അതൊരു തൊഴിലിനോടുള്ള അവൻ്റെ കഴിവ് അല്ലെങ്കിൽ അവൻ്റെ അറിവ് അല്ലെങ്കിൽ ആ നൈപുണ്യവും അവർക്ക് അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഒരു കമ്പനീൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അത് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് അവിടെ ഒരു മനുഷ്യ മൂലധനമായി മാറാൻ കഴിയും. ഇന്ത്യയുടെ ജനസംഖ്യയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിൽ സേന രാജ്യത്തിന് നേട്ടമായി മാറണമെങ്കിൽ മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്, അല്ലേ? ഒരു രാജ്യത്ത് ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജനസംഖ്യ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജ്യത്തിന് ഒരു നേട്ടമായി മാറണമെങ്കിൽ അവിടെ ഒരു മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കണം. അപ്പോൾ ഈ മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം, നല്ലൊരു ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കിയേ, ഇത്തരത്തിലെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, വിവരലഭ്യത. വിദ്യാഭ്യാസം, പരിശീലനം, അനുഭവങ്ങൾ എന്നിവയിലൂടെ ഒരു വ്യക്തിയുടെ കഴിവുകൾ, അറിവ്, മറ്റ് ആട്രിബ്യൂട്ടുകൾ എന്നിവ വർദ്ധിപ്പിക്കുകയും അവർ തൊഴിൽ ശക്തിയിൽ കൂടുതൽ ഉൽപ്പാദനക്ഷമവും മൂല്യവത്തായതുമാക്കുകയും ചെയ്യുന്നതിനെ മനുഷ്യ മൂലധന രൂപീകരണം സൂചിപ്പിക്കുന്നു. അതിൽ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവരലഭ്യത. അപ്പോൾ നമുക്കിതിനെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് വിദ്യാഭ്യാസം എന്നുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാം? വിദ്യാഭ്യാസത്തിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ ഫലപ്രദമായി വിനിയോഗിക്കാനും മെച്ചപ്പെട്ട തൊഴിൽ സ്വായത്തമാക്കാനും കൂടുതൽ വരുമാനം നേടാനും അതുവഴി രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകാനും ജനതയ്ക്ക് കഴിയുന്നു, അല്ലേ? വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് എന്തൊക്കെ നേടാം? ഇപ്പം ആധുനിക കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ സാങ്കേതിക വിദ്യകൾ ഒരുപാട്, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് പോലുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത്തരത്തിലുള്ള ഉപയോഗത്തിലൂടെ നമുക്ക് ഒരു മെച്ചപ്പെട്ട തൊഴിൽ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. അപ്പോൾ ഇത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മുതൽക്കൂട്ടാവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന ജീവിത നിലവാരം നേടുകയും
എന്നതിലുപരി ഉന്നത മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും സാധിക്കും. അതായത് നല്ലൊരു മൂല്യബോധമുള്ള ഒരു വ്യക്തിയെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതിലൂടെ ഒരു സമൂഹത്തെ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിലൂടെ നമ്മളുടെ വിദ്യാഭ്യാസത്തിലൂടെ. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദം, അല്ലെങ്കിൽ ഒരു മൂല്യമായ ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഈ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കും. മനുഷ്യ മൂലധന രൂപീകരണത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് താഴെ പറയുന്നവയാണ്. ഒന്ന് നോക്കിയേ. വിദ്യാസമ്പന്നരായ സമൂഹം നിരക്ഷരയേക്കാൾ മികച്ച വികസന പരിപാടിക്ക് സൗകര്യമൊരുക്കുന്നു. രണ്ടാമത്തത്, വിദ്യാഭ്യാസം ഉൽപാദനക്ഷമതയും സമൃദ്ധിയും മെച്ചപ്പെടുത്തുകയും കൂടാതെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ജനങ്ങളുടെ വളർച്ചയ്ക്ക് മാത്രമല്ല സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിനും സംഭാവന ചെയ്യുന്നു. വിദ്യാഭ്യാസം മനുഷ്യ മൂലധനത്തിൻ്റെ വരുമാനവും മറ്റ് സാംസ്കാരിക സമ്പത്തും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കിയേ, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടമായിട്ടുള്ള ഒരു ചിത്രം നോക്കിയേ. വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിയുടെ കഴിവ് വർദ്ധിക്കുന്നല്ലേ. നമ്മൾക്കിപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളുടെ അറിവുകൾ, കഴിവുകൾ, നൈപുണ്യങ്ങൾ വികസിക്കുന്നു. അതിലൂടെ നമുക്ക് എന്താണ് സാങ്കേതിക പരിജ്ഞാനം, ഒരു കാര്യം ചെയ്യുന്നതിനുള്ള അറിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ നൈപുണ്യം നമുക്ക് നേടുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്. അതിലൂടെ അതിൻ്റെ നൈപുണ്യ വികസനം നമുക്കുണ്ടാകുന്നു. പിന്നെ ആ ഇത്തരത്തിലുള്ള നല്ലൊരു നൈപുണ്യമായിട്ടുള്ള ഒരു കഴിവുകളിലൂടെ നമുക്കാണ് നല്ലൊരു മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുന്നു. പിന്നെ ഈ മെച്ചപ്പെട്ട തൊഴിലിലൂടെ നമുക്ക് ഒരു നല്ലൊരു വരുമാനം ലഭിക്കുകയും നമ്മുടെ ജീവിത നിലവാരം നല്ല രീതിയിൽ പോവുകയും അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുള്ള ഒരു ചെറിയൊരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ഫോർമേഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും രാജ്യങ്ങളുടെയും പുരോഗതിക്കും ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളിലൊന്നാണ് വിദ്യാഭ്യാസം. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പുരോഗതിക്ക് തന്നെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളിലൊന്നാണ് വിദ്യാഭ്യാസം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നോക്കിയേ, രണ്ടാമത്തത് ആരോഗ്യം. നമ്മളിപ്പം ചിന്തിക്കും, ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ആരോഗ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു ആരോഗ്യമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നല്ലൊരു ഫലപ്രദമായ രീതി അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ വിദ്യാഭ്യാസം നേടാനോ അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള തൊഴിൽ സ്വായത്തമാക്കാനോ സാധിക്കില്ല. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു മനുഷ്യ മൂലധന രൂപീകരണത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ, മനുഷ്യ മൂലധന രൂപീകരണത്തിൽ ആരോഗ്യത്തിൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. കാരണം വ്യക്തികൾക്ക് ഉൽപാദനപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതിന് നല്ല ആരോഗ്യം ആവശ്യമാണ്, അല്ലേ? നമുക്കിപ്പോൾ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് നമുക്ക് നല്ലൊരു ആരോഗ്യം വേണം. നമ്മളിപ്പം ഒരു കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും നല്ലൊരു ആരോഗ്യം ആവശ്യമാണ് അവിടെ. അപ്പോൾ ഒരു നല്ലൊരു ആരോഗ്യം നമുക്ക് ആവശ്യമാണ്. മറുവശത്ത് മോശം ആരോഗ്യം നമുക്ക് നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഉൽപ്പാദനക്ഷമത നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഉൽപ്പാദനക്ഷമത കുറയുകയും ആ ഉൽപ്പാദനക്ഷമത കുറയുന്നതിലൂടെ വരുമാനം കുറയുകയും ചെയ്യുന്നു. ഇത് രാജ്യത്തിൻ്റെ പുരോഗതിയെ ബാധിക്കും. നമ്മൾക്ക് നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളുടെ ഉൽപ്പാദനക്ഷമത കുറയാൻ, നമ്മുടെ വരുമാനം കുറയുന്നതിനും അത് നമ്മുടെ രാജ്യത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു കാരണമാണ്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നു. അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ മെൻ്റലി അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി നമ്മളെ ഒരു സാമൂഹികവുമായിട്ടുള്ളൊരു സുസ്ഥിതിയാണ് നമ്മൾ പറയുന്നത് ആരോഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആരോഗ്യത്തിൻ്റെ പങ്ക് എന്തൊക്കെയാണ് നമുക്ക് മനുഷ്യ മൂലധനത്തിൽ രൂപീകരണത്തിന് ആരോഗ്യത്തിൻ്റെ പങ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കാര്യക്ഷമമായും പൂർണ്ണ ശേഷിയോടെയും പ്രവർത്തിക്കാൻ കഴിയൂ. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഉൽപാദനക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാനും അതുവഴി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിൽ മികച്ച സംഭാവന നൽകുവാൻ കഴിയുകയുള്ളൂ.
അനാരോഗ്യമുള്ളൊരു വ്യക്തിക്ക് സംഘടനയ്ക്കും രാജ്യത്തിനും ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. അടുത്ത നോക്കി കുടിയേറ്റം. നമ്മൾ കുടിയേറ്റം എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്തായി കുടിയേറ്റം എന്ന് പറയുന്നത്? കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് താൽക്കാലികമായോ സ്ഥിരമായോ മാറി താമസിക്കുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് കുടിയേറ്റം. ഈ കുടിയേറ്റം എന്താണ് ആഭ്യന്തര കുടിയേറ്റമുണ്ട്, എന്താണ് അന്താരാഷ്ട്ര അല്ലെങ്കിൽ രാജ്യാന്തര കുടിയേറ്റമുണ്ട്, അതേപോലെ തന്നെ നിർബന്ധിത കുടിയേറ്റമുണ്ട്. അപ്പോൾ ഇത്തരത്തിലെ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യ മൂലധനത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകങ്ങളിൽ ഒന്നാണ്. ഒരു വ്യക്തി ഉയർന്ന ശമ്പളവും നല്ല ജോലിയും ലഭിക്കാൻ സ്വന്തം സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കുടിയേറുന്നു. നമ്മളിപ്പം ശ്രദ്ധിച്ചാൽ കാണാം, ഇപ്പോൾ ദുബായ് പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മളുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഒരുപാട് ആൾക്കാർ എന്താണ് ഈ പറയുന്ന ദുബായ് പോലുള്ള രാജ്യങ്ങളിലേക്ക് ഈ ജോലി സംബന്ധമായിട്ട് കുടിയേറിപ്പോകുന്നത്. എന്താണ് അവർക്ക് ഉയർന്ന ശമ്പളത്തിന് വേണ്ടിയും നല്ലൊരു ജോലിക്കും വേണ്ടിയിട്ട് സ്വന്തം വ്യക്തിത്വത്തിനും വേണ്ടിയിട്ട് അവർ ഒരു സ്വന്തമായൊരു ജോലി അല്ലെങ്കിൽ ഒരു ജോലി നേടാൻ വേണ്ടിയിട്ട് അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്താണ് ഇതിന് ആദ്യമായി കുടിയേറ്റം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നോക്കിയേ, ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റമെന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട്. ഇത്തരത്തിൽ കുടിയേറി പാർത്ത ആൾക്കാരുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് തീപിടുത്തം, മരണം 49 കടന്നു, 16 പേർ മലയാളികൾ. യുവാക്കൾ നാടുവിടുന്നു, കേരളം എങ്ങനെ മാറും? വിദ്യാഭ്യാസ കുടിയേറ്റം കേരളത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് ഇവിടെ കാണുന്നത്. നോക്കിയേ, കുടിയേറ്റത്തിൽ നമ്മളിപ്പം വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ആൾക്കാർ കാനഡ, അമേരിക്ക പോലുള്ള കൺട്രീസുകളിൽ പോവുകയും നല്ലൊരു മികച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മളുടെ കേരളത്തിൽ ഇത്തരത്തിൽ നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ലഭിക്കാത്തത് കൊണ്ടാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ അവരുടെ ജോലി സാധ്യത നോക്കിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടുകയും അവിടെ തന്നെ ജോലി നേടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, രാജ്യാന്തര കുടിയേറ്റമുണ്ട്, ആഭ്യന്തര കുടിയേറ്റമുണ്ട്. രാജ്യാന്തര ആഗമനം, രാജ്യാന്തര ഗമനം. സംസ്ഥാനാന്തര കുടിയേറ്റം, സംസ്ഥാന ആഭ്യന്തര കുടിയേറ്റം. ജില്ലാന്തര കുടിയേറ്റം, ജില്ല ആഭ്യന്തര കുടിയേറ്റം. ഇത് നമുക്ക് വ്യക്തമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, 5000-ൽ പരം ഇതര സംസ്ഥാനക്കാർ. നമ്മുടെ ഇത്തരത്തിൽ കുടിയേറ്റത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കുടിയേറ്റത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യ വിഭവ കൈമാറ്റം സാധ്യമാകുന്നു, മാതൃരാജ്യത്തേക്കുള്ള വിദേശ നാണ്യം ലഭ്യമാക്കുന്നു, സാങ്കേതിക വിദ്യാ കൈമാറ്റം സാധ്യമാകുന്നു, ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിതിന് ദോഷങ്ങളുണ്ട്. ചേരികളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു, ജനങ്ങൾക്കിടയിൽ സാമൂഹിക ബന്ധങ്ങൾ ഇല്ലാതാകുന്നു, പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നു, വിഭവ ചൂഷണമുണ്ടാകുന്നു, പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ തീവ്രത കൂടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ കുടിയേറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ. ഇനി അടുത്തത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ഒന്നാണ് എന്ന് പറയുന്നത് തൊഴിൽ പരിശീലനം. തൊഴിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ച രൂപത്തിലുള്ള നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം ചെലവിനേക്കാൾ കൂടുതലായതിനാൽ ജോലിസ്ഥലത്തെ പരിശീലനം മനുഷ്യ മൂലധന രൂപീകരണത്തിൽ ഒരു പ്രധാന ഉറവിടമാണ്. തൊഴിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ച രൂപത്തിലുള്ള നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം ചെലവിനേക്കാൾ കൂടുതലായതിനാൽ ജോലിസ്ഥലത്തെ പരിശീലനം മനുഷ്യ മൂലധന രൂപീകരണത്തിന് ഒരു പ്രധാന ഉറവിടമാണ്. അല്ലേ? ഒരു നല്ലൊരു തൊഴിൽ പരിശീലനത്തിലൂടെ നമ്മളുടെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് പ്രധാന ഘടകമായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ അടുത്ത പോയിൻ്റാണ് വിവരലഭ്യത. എന്താണ് ഈ വിവരലഭ്യത എന്ന് പറയുന്നത്? മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് വിവരലഭ്യത എന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ വിവിധ മേഖലകളിലെ സേവനങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തിന് ആക്കം കൂട്ടുന്നു. വിവിധ മേഖലകൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് വിവരശേഖരണം നടത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്ന
തരത്തിൽ വിവരലഭ്യത പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. വിവരലഭ്യത ഉറപ്പുവരുത്തി മനുഷ്യ മൂലധന രൂപീകരണത്തിന് സാധ്യമാക്കുന്നതിന് ഗവൺമെന്റിന്റെ ഇടപെടൽ അനിവാര്യമാണ്.